ചേട്ടാ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നു. അവിടെ ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് പുറകിൽ ബന്ധുവായ 17 വയസ്സുകാരിയെയും ഒപ്പമുണ്ടായിരുന്നൊരു യുവാവിനെയും ദുരൂഹമായൊരു സാഹചര്യത്തിൽ ഒരു ആൺകുട്ടി 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി കാണാനിടയാകുന്നു. അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഈ കുട്ടി വീഡിയോയിൽ പകർത്തുന്നു. അത് കൈവശപ്പെടുത്താൻ പഠിച്ച പണി 18 ഇവർ നോക്കുന്നു. അതിൽ ആ കുട്ടി വീഴുന്നില്ല. അങ്ങനെ ആ കുട്ടിയെ കൊല ചെയ്യുക എന്നൊരു ക്രൂരമായ രീതിയിലേക്ക് ആ 17 വയസ്സുകാരിയായ പെൺകുട്ടിയും ഈ കാമുകനും അതോടൊപ്പം അയാളുടെ സഹായിയായ സുഹൃത്തും ഈ 3 പേരുമാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് തമിഴ്നാട്ടിൽ വളരെ വലിയ ഒരു വാർത്തയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് കൃഷ്ണഗിരി ജില്ല, തമിഴ്നാട്. അവിടെ മാവണവട്ടെ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ അപൂർവമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത്. ഈ മാവണവട്ടെ ഗ്രാമത്തിന് സമീപത്ത് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിനും പുറകിലായി ഒരു വനപ്രദേശം. ഈ വനപ്രദേശം എന്ന് പറയാൻ പറ്റില്ല, ഒരു കാട് പിടിച്ച മേഖല. അവിടെ ഈ 17 വയസ്സുകാരി, ഈ മരണപ്പെട്ട കുട്ടിയുടെ അടുത്തൊരു ബന്ധുവാണ്. ഈ രോഹിത് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള 17 വയസ്സുകാരി, അവൾ അവിടെ ഒരു ഗവൺമെൻറ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്, ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അവളും അവളുടെ കാമുകനായിട്ടുള്ള മദേവൻ എന്ന് പറയുന്ന ഒരു യുവാവും, അയാൾക്ക് 21 വയസ്സുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം. ഈ സമയത്ത് ഇതുവഴി രോഹിത് എന്ന് പറയുന്ന 8ാം ക്ലാസ്സുകാരൻ വരുന്നു. ഇവനിത് കാണുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഇവനിത് പകർത്തുന്നത് ഇവർ രണ്ടുപേരും കാണുന്നു. ഇവർ രണ്ടുപേരും കാണുകയും തുടർന്ന് ഇവനെ ഓടിച്ചിട്ട് ഇവർ പിടിക്കുന്നു. പിടിച്ച ശേഷം ഇവൻ്റെ കയ്യിൽ നിന്നും ഇത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കവേ ഫോണിൽ നിന്നും ഇവനത് മാറ്റി കഴിഞ്ഞു എന്നാണ് ഇവരോട് പറയുന്നത്. ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഇവൻ മാറ്റിയെന്നാണ് ഇവർക്ക് നൽകുന്ന മറുപടി. തുടർന്ന് ഇവൻ അവരുടെ കയ്യിൽ നിന്നും വഴുതി ഓടി വീട്ടിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഈ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ഈ യുവതി അന്നേ ദിവസം ക്ലാസ്സിന് പോകുന്നില്ല. അതായത് ഈ ടെൻഷൻ ഉണ്ടല്ലോ, അടുത്ത ബന്ധുവായിട്ടുള്ള കുട്ടിയാണ് ഇത് കണ്ടിരിക്കുന്നത്. അവനത് ബന്ധുക്കാരോട് പറയും, നാട്ടുകാരോട് പറയും, നാട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്നാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവനിത് ഓടുന്നതിനിടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പിന്നാലെ ഓടുന്നതിനിടെ ഇവനിത് ബന്ധുക്കളെ അറിയിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഓടിക്കളയുന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടിലെത്തിയത് കൊണ്ട് ഇവർക്ക് പിന്നാലെ പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച ഈ 17 വയസ്സുകാരി കോളേജിൽ പോകുന്നില്ല, ഈ ടെൻഷൻ കാരണം പോകുന്നില്ല. ഈ യുവാവാണെങ്കിൽ, അതായത് മദേവൻ എന്ന് പറയുന്ന ഈ യുവതിയുടെ കാമുകൻ ഇവനെ തിരഞ്ഞ് ഇറങ്ങുന്നു. അതിനൊപ്പം ഇറങ്ങുന്ന ആളാണ് മദേവൻ്റെ സുഹൃത്ത് മാധവൻ. ഈ രണ്ടുപേരും ചേർന്നാണ് ഈ കുട്ടിയെ തിരക്കി ഇറങ്ങുന്നത്. 2 യുവാക്കളാണ് ഇറങ്ങുന്നത്. ഇവർ ഈ സ്കൂളിൻ്റെ പരിസരത്ത്, ഇവൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഇവനെ തിരഞ്ഞെങ്കിലും അന്നേ ദിവസം ഇവൻ സ്കൂളിലെത്തുന്നില്ല. ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ അച്ഛനായിട്ടുള്ള ശിവരാജിനോടും മഞ്ജുളയോടും പറഞ്ഞു തനിക്ക് ശരീരത്തിന് സുഖമില്ല, അതുകൊണ്ട് താൻ സ്കൂളിൽ പോകുന്നില്ല എന്ന്. ഇത് പറഞ്ഞ് അന്നേ ദിവസം ഇവൻ അവധിയെടുത്തു. അതോടുകൂടി ഈ കേസിലെ പ്രതികൾക്ക് മുഴുവൻ ടെൻഷനായി. കാരണം ഇവൻ എന്തുകൊണ്ട് സ്കൂളിലെത്തിയില്ല എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. ഇവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇവനിത് ആരെങ്കിലും കാണിച്ചോ, ആരോടെങ്കിലും പറഞ്ഞോ, ആരെങ്കിലും കാണിച്ചോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ വിഷ്വൽ ഷെയർ ചെയ്തോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഈ പ്രതികളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവർ അന്നേ ദിവസം മുഴുവൻ ഇവന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് 4 മണിക്ക് ഇപ്പോൾ ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ടാകുന്നത്. അതായത് ഈ കുട്ടി നടന്നു പോകുന്നതും അതിൻ്റെ പിറകെ ഒരു വാഹനം പോകുന്നതും. അതായത് വൈകിട്ട് 4 മണിയോടുകൂടി ഈ രോഹിത് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങി. അവൻ പുറത്തിറങ്ങി പോവുകയും ഇവൻ പുറത്തിറങ്ങി എന്ന് ഈ മദേവനും മാധവനും അറിയുന്നു. അങ്ങനെ തുടർന്ന് ഇവർ 3 പേരും ചേർന്ന്, മദേവൻ, മാധവൻ, അതുപോലെ തന്നെ ഈ 17 വയസ്സുകാരി കോളേജ് വിദ്യാർത്ഥിനി, ഇവർ 3 പേരും കാറിൽ ഇവനെ ഫോളോ ചെയ്തെത്തുകയും ഇവൻ അരികിൽ നിർത്തുമ്പോൾ ഈ യുവതി ഈ കുട്ടിയോട് വാഹനത്തിൽ കയറാൻ, അതായത് ഒരു അനുരഞ്ജന ചർച്ച, അതാണ് ഇവർ ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ഇത് കൃഷ്ണഗിരി SP തങ്കദൂരയുടെ വിശദീകരണമാണ്. അപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. തുടർന്ന് ഇവനെ വാഹനത്തിൽ കയറ്റുന്നു. വാഹനത്തിൽ കയറ്റി
ഇവനുമായി ഇവർ നേരെ പോകുന്നത് ഒരു മുന്തിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവന് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുക, ഇവനെ സോപ്പിട്ട് ഇവൻ്റെ കയ്യിൽ നിന്നും ഇത് കൈക്കലാക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. പക്ഷെ ഇവന് നല്ല ആഹാരമൊക്കെ മേടിച്ചു കൊടുത്തെങ്കിലും ഇവൻ ഇതിൽ നിന്നും പിന്തിരിയുന്നില്ല. ഈ യുവതിയുടെ കാര്യം ഇവൻ ഷെയർ ചെയ്യും, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. ഈ ഒരു നിലപാടാണ് ഇവൻ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇവൻ പിന്മാറാൻ തയ്യാറല്ല. പിന്നീടും ഇവനെ കാറിൽ കയറ്റി പല വിധത്തിൽ ഇവനെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ മാറ്റാനും ഈ വിവരം മറച്ചു വെക്കാനും ഇവർ ശ്രമിച്ചെങ്കിലും കാര്യം പരാജയപ്പെട്ടു. ഈ കുട്ടി ഇതിന് വഴങ്ങിയില്ല. അവൻ വഴങ്ങുന്നില്ല. അവൻ ഒരു കാരണവശാലും ഇത് വഴങ്ങാൻ തയ്യാറല്ല. അവൻ പിന്നെയും ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് പുറകു സീറ്റിൽ ഇരിക്കുകയാണ് ഈ 3 പേര്, അതായത് മദേവൻ, ഈ യുവതി, ഈ കുട്ടി, ഇത്രയും പേരും. അവർ കാറിനുള്ളിൽ വെച്ച് തന്നെ അവിടെ കീഴ്പ്പള്ളം തിരുവോട്ട് കീഴ്പ്പള്ളം വനമേഖലയ്ക്ക് അരികിലേക്ക് വരുന്നു. ഏതാണ്ട് സന്ധ്യ നേരം. അതിനു മുമ്പ് തന്നെ ഈ കുട്ടി ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവനെ ഇറക്കി വിടുന്നില്ല. ഇവനെ ഈ വിഷ്വൽ ഡിലീറ്റ് ചെയ്യിക്കാതെ ഇവനെ വിടില്ല എന്നൊരു തീരുമാനമാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതോടുകൂടി ഇവനെ കഴുത്ത് മുറുക്കി, അതിനു മുമ്പ് തന്നെ കഴുത്ത് മുറുക്കി യുവതിയുടെ ഷോൾ എടുത്ത് ഇവൻ്റെ കഴുത്ത് മുറുക്കി ഇവർ കൊലപ്പെടുത്തി. ഇവനെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയോടുകൂടി ഇവൻ്റെ ബോഡി ഈ തിരുവോട്ട് കീഴ്പ്പള്ളം വനമേഖലയ്ക്ക് അരികിലേക്ക് കൊണ്ടുവന്നു. അഞ്ചട്ടിക്ക് അടുത്താണ്. അവിടെ കൊണ്ടുവന്ന് അവിടെ ഈ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ടാങ്കുണ്ട്. ആ ടാങ്കിന് അരികിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നും ബോഡി ഇവർ വനമേഖലയ്ക്ക് അരികിലായി കൊണ്ട് കളയുകയും ഇവർ മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ബുധനാഴ്ച രാത്രി, അന്നേ ദിവസം രാത്രി 8 മണി, അന്ന് പകലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തലേന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ പ്രശ്നം ബുധനാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ബുധനാഴ്ച രാത്രി 8 മണിയായിട്ടും കളിക്കാൻ പോയ കുട്ടി തിരികെ എത്തിയിട്ടില്ല. ക്രിക്കറ്റ് കളിക്കാൻ പോയ മകൻ തിരികെ എത്തിയിട്ടില്ല. ഈ കളിസ്ഥലത്തേക്ക് പോയെങ്കിലും പിതാവ് പോയി അന്വേഷിച്ചെങ്കിലും കുട്ടി അവിടെ ഇല്ല. അവിടെ കളിക്കാൻ അന്നേ ദിവസം അവനെ അവിടെ എത്തിയിട്ടില്ല. തുടർന്ന് ഇവർ പിതാവ് ശിവരാജും മാതാവ് മഞ്ജുളയും ചേർന്ന് സ്റ്റേഷനിൽ 8 മണിക്കൊരു പരാതി കൊടുക്കുന്നു. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ഒരു പരാതി കൊടുക്കുന്നു. ഈ പരാതി കൊടുത്ത് മണിക്കൂറുകളായിട്ടും പോലീസ് ഇവരെ തേടി എത്തുന്നില്ല. അതായത് ഇവരുടെ ഗ്രാമത്തിലെത്തുകയോ ഇവരുടെ സ്ഥലത്തെത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം, ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതവരുടെ ഒരു പരാതിയാണ്. എന്നാൽ കൃഷ്ണഗിരി SP തങ്കദുരൈ ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൃത്യമായ ഒരു അന്വേഷണം പരാതി കിട്ടിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ആരംഭിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി മുഴുവൻ പോലീസ് എത്തിയില്ല എന്നിവർ പറയുന്നു. തുടർന്ന് നേരം പുലരുന്നു. എന്നിട്ടും ഈ കുട്ടി എവിടെയാണെന്ന് പോലീസിൽ നിന്ന് കൃത്യമായൊരു മറുപടിയും ലഭിക്കുന്നില്ല. ഒരു അന്വേഷണത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു അറിവുമില്ല. ഇതോടുകൂടി ഇവർ അഞ്ചട്ടി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഗ്രാമവാസികൾ, സ്ഥലത്തുള്ളവരും ഇവരുടെ ബന്ധുക്കളും എല്ലാം ചേർന്ന് ഒരു വലിയ സംഘം റോഡിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ വലിയ സംഘം വരുന്നത് രാവിലെ 10 മണിക്കാണ്. 10 മണി മുതൽ അവർ പ്രധാനപ്പെട്ട റോഡ് ബ്ലോക്ക് ചെയ്തു. 10 മണി മുതൽ ഗ്രാമത്തിലെ ഒരു വലിയ കൂട്ടം ജനങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഇതൊരു വലിയൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ്. വാഹനങ്ങൾ കടന്നു പോകാതെ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സമരം, ആ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നൊരു ഘട്ടമെത്തിയതോടുകൂടി പോലീസ് CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ചപ്പോൾ CCTVയിൽ കാണുന്ന ഒരു ദൃശ്യം, ഒരു കാറ് ഈ കുട്ടിയുടെ പിന്നാലെയുണ്ട്. അതാണ് ഒരു ദൃശ്യം. പിന്നീട് ഉള്ള CCTV ദൃശ്യങ്ങളിലൊന്നും കുട്ടി നടന്നു പോകുന്നത് കാണുന്നില്ല. കാറ് പോകുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഈ കാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഈ കാറ് കൊണ്ടുവന്നിരിക്കുന്നത് മാധവനും മദേവനുമാണ്. ഈ വിവരം പോലീസിന് ലഭിക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പോലീസ് ആദ്യഘട്ടത്തിൽ ചോദിക്കുമ്പോഴൊന്നും ഈ യുവാക്കൾ ഈ കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് ഈ കീഴ്പ്പള്ളം മേഖലയിലെ വനമേഖലയിൽ ഒരു കുട്ടിയുടെ ജഡം കിടക്കുന്നു, മൃതശരീരം കിടക്കുന്നു എന്ന വിവരം കിട്ടുന്നത്. തുടർന്ന് പോലീസ് പോയി അത് എടുക്കുന്നു, അത് കണ്ടെത്തുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചാരോ കൊലപ്പെടുത്തി അവിടെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഈ തങ്ങളാണ് കൊണ്ട് കളഞ്ഞതെന്ന് മദേവനും മാധവനും സമ്മതിക്കുന്നു. പക്ഷേ എന്താണ് മോട്ടീവ്? അതാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നം. അങ്ങനെ മദേവനും മാധവനെയും ചോദ്യം ചെയ്ത് വരുമ്പോൾ ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഈ കുട്ടിയുടെ, രോഹിത്തിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയുമായി ഉള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടതോടുകൂടി ഈ പെൺകുട്ടിക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ 17 വയസ്സുകാരിയെ, കോളേജ് വിദ്യാർത്ഥിനിയെ കസ്റ്റഡിയിൽ പോലീസ് എടുക്കുന്നു. പോലീസ് എടുക്കുമ്പോഴുള്ള പ്രശ്നം, ഇവർ ആ സമയത്ത് ആ പ്രൊട്ടക്ഷനിലുണ്ട്. ഈ റോഡ് ഉപരോധിക്കുന്ന
ആ പ്രതിഷേധത്തിൽ അതെ അതെ പെൺകുട്ടിയുണ്ട്. ആ അതെ കാരണം അടുത്ത ബന്ധുവാണ്, അടുത്ത ബന്ധു ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുക, ഗ്രാമവാസിയാണ്. ഗ്രാമവാസിയാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റിൽ ഈ യുവതി പങ്കെടുക്കുന്നു. യുവതിയെ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമായി. അതിനു മുമ്പ് തന്നെ മൃതശരീരം അവിടെ കിടക്കുന്നത് അറിഞ്ഞു. അതുകൊണ്ട് അതായത് ഇവരുടെ അന്വേഷണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫോൾട്ട് പറ്റിയത്, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ ജീവനോടെ കിട്ടുമെന്നാണ് ഈ പറയുന്ന ബന്ധുക്കളുടെയൊക്കെ തന്നെ വലിയ വാദമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ പ്രൊട്ടസ്റ്റിനെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോയി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഈ യുവതിയും ഈ യുവാവും പറഞ്ഞു, ഞങ്ങൾ ക്ഷേത്രത്തിന് പിറകുവശത്ത് ഇരിക്കുന്ന സമയത്ത് ഈ രോഹിത്ത് വന്ന് കണ്ടു. അപ്പോൾ രോഹിത്ത് ഇത് ഗ്രാമവാസികളോട് പറയുമോ എന്നുള്ള ഭയം കൊണ്ട് ഞങ്ങൾ അയാളെ കൊന്നതാണ് എന്ന് സമ്മതിച്ചു. പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. തുടർന്ന് കാര്യമായി ചോദ്യം ചെയ്തെങ്കിലും ഇവർ ഈ മൊഴിയിൽ ഉറച്ചു നിന്നു. ഒടുവിൽ പോലീസ് ഈ യുവതിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ ഈ യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. പിന്നീട് പിടിച്ചു നിൽക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല പോലീസിന് മുമ്പിൽ. പോലീസ് ഇതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചപ്പോൾ തങ്ങളിതുപോലെ ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഈ കുട്ടി അത് കണ്ടെന്നും തുടർന്നാണ് ഇവനെ അനുനയിപ്പിച്ച് അത് മറച്ചു പിടിക്കാനുള്ള ശ്രമം തങ്ങൾ നടത്തി. പക്ഷേ അതിൽ തങ്ങൾ പരാജയപ്പെട്ടു. ഇവൻ തങ്ങളെ ഭീഷണിപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ കാര്യം ചെയ്തത് എന്ന് സമ്മതിച്ചു. ഇതിൻ്റെ കാരണം വിശദമാക്കിയെങ്കിലും ഗ്രാമവാസികൾ പിന്നോട്ട് മാറാൻ തയ്യാറല്ല. ഏതാണ്ട് വൈകിട്ട് 4-5 മണി വരെ ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ അവർ സമ്മതിച്ചില്ല. ഒടുവിൽ പൊതുപ്രവർത്തകരൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് ഈ ഗ്രാമവാസികളെ പിന്തിരിപ്പിച്ചാണ് ഈ മൃതശരീരം കൃഷ്ണഗിരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഇത് ഈ കൊലപാതകികളുടെയും ഇരയുടെയും സ്ഥലങ്ങൾ തമ്മിലുള്ള ഒരു വൈര്യം, ആ വൈര്യം നിലനിൽക്കുകയാണ്. അതായത് ഒരു കൊലപാതകം അവർ നടത്തിയിരിക്കുന്നു, അതും ഒരു യുവതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അങ്ങനെ ഒരു വൈര്യം വരുമല്ലോ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂടിയാണ്. അതെ, ഇതിൽ പോക്സോ കേസ് പ്രതിക്കെതിരെ വരും. ഒന്നാം പ്രതിയായിട്ടുള്ള മദേവനെതിരെ പോക്സോ കേസ് വരും. മാധവനെതിരെ കൊലപാതകത്തിന് കൂട്ടുനിന്നു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ വരും. യുവതിക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, ഈ കുറ്റങ്ങൾ വരും. യുവതി എന്തായാലും 3 വർഷം കൊണ്ട് ഇറങ്ങും. മദേവനും മാധവനുമൊക്കെ ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരും. ഏതായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കേസാണ്. അതെ, പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരും. ഈ ഇര ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഈ ദൃശ്യത്തിലുള്ളവർ ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായി. പിന്നീട് അതിൽ ഒരു ഇര ആത്മഹത്യ ചെയ്തു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എടുത്ത ആളെ തന്നെ കൊലപ്പെടുത്തുക എന്നുള്ളത് അത് ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. വല്ലപ്പോഴുമൊക്കെ വരുന്ന ഒരു കേസാണ്. ശരി.